ആന്റോ അഗസ്റ്റിൻ, ഒരു ഭരണപ്രതിസന്ധിയിലേക്കാണോ സംസ്ഥാനം പോകുന്നത്? നാളെ 4 മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ നടക്കേണ്ട മന്ത്രിസഭാ യോഗം ഈ പ്രത്യേക സാഹചര്യത്തിൽ വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് ഇന്നിപ്പോൾ തളിപ്പറമ്പിലെ പരിപാടികൾ റദ്ദാക്കി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പോകുന്നത്. ഇന്ന് രാത്രിയിൽ തന്നെ തിരിച്ചു വണ്ടി കയറി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഒരു അടിയന്തര സാഹചര്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നാളെ ഒരു പക്ഷേ വൈകുന്നേരത്തിന് മുമ്പ് ചർച്ചകൾ നടത്തി ഒരു ഉറപ്പ് CPIക്ക് കൊടുത്ത് ഈ 4 മന്ത്രിമാരെ മന്ത്രിസഭയ്ക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും CPMൻ്റെ നീക്കം. പക്ഷേ ഈ അവസാനത്തെ സാഹചര്യത്തിൽ CPM അതേ പിടിവാശിയിൽ നിൽക്കുമ്പോൾ, CPM അതേ കർക്കശത്തിൽ നിൽക്കുമ്പോൾ ഒരു ഭരണപ്രതിസന്ധിയിലേക്കാണോ കാര്യങ്ങൾ? ഞാൻ ഈ ഭരണപ്രതിസന്ധിനേക്കാളും അപ്പുറം കേരളത്തിലെ CPI CPM പാർട്ടിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നവംബർ 10-ാം തീയതിക്കുള്ളിൽ പെരുമാറ്റച്ചട്ടം വരും. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ക്രൂഷ്യലായ സമയത്ത് CPIനെ പോലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ഏത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് ഈ സമയത്ത് എടുക്കുന്നത് എന്നുള്ളതാണ്. അതിന് ശേഷം ഉന്നയിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇന്റേണലി ചർച്ച ചെയ്യാമായിരുന്നു. ഇത് മാധ്യമങ്ങളിൽ കൂടെ വലിച്ചഴിച്ചതിന് ശേഷം അതിൽ കൂടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. അത് CPMനും ആ കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവുമല്ലോ. കാരണം CPM എന്ന് പറയുന്നത് 10-16 MLA-മാരുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. ആ ധാരണയ്ക്ക് അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളെല്ലാം വരിക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബഹുഭൂരിപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വലിയ പ്രശ്നത്തിലായിരുന്നു. ആ പ്രശ്നത്തിൽ നിന്നും ഏകദേശം 5000 കോടി രൂപയോളം വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതൊന്ന് ശാസ്ത്രീകരിച്ച് വലിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തെ വിദ്യാഭ്യാസ സംവിധാനം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി. ഏറ്റവും നല്ല വിദ്യാഭ്യാസ സംവിധാനമുണ്ട്. ഹൈടെക് ക്ലാസ് റൂമുകൾ വന്നു, ഹൈടെക് ബിൽഡിങ്ങുകൾ വന്നു, ഗ്രൗണ്ടുകൾ വന്നു. എല്ലാ സംവിധാനത്തിനും കൊണ്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വലിയ ഉന്നതിയിലെത്തി. അങ്ങനെ ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയത്ത് PM ശ്രീയിൽ കൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും എന്നുള്ളതൊന്നും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അവിടെ RSSൻ്റെ അജണ്ട നടപ്പിലാക്കും എന്നൊന്നും പറഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്താൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. കാരണം 5000 കോടി രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി നല്ല വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി മുന്നോട്ട് സമയത്ത് ഇതുപോലെ ഒരു 250 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 300 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടോ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ്, കേരളത്തിൽ SSKയുമായി ബന്ധപ്പെട്ട് 1450 കോടി രൂപ കിട്ടാനുണ്ട്. ഇത് ആർക്ക് കിട്ടാനുള്ള പണമാണ്? സാധാരണക്കാരായ ഭിന്നശേഷിയിൽപ്പെട്ട സാധാരണ കുട്ടികൾക്ക് കിട്ടാനുള്ള പണമാണ്. പകുതി സ്കൂളുകളിലെ ടീച്ചർമാർക്ക് ശമ്പളം കിട്ടുന്നില്ല, പകുതി സ്കൂളുകൾ നല്ല രീതിയിൽ നടപ്പിലാക്കുമ്പോൾ ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം നമുക്ക് കിഫ്ബിയിൽ നിന്ന് എടുത്ത് നടപ്പിലാക്കാം. അതൊരു ബിൽഡിംഗ് പണിയണം, കിഫ്ബിൻ്റെ ഫണ്ടെടുക്കാം, അല്ലെങ്കിൽ അതിനൊരു ബഡ്ജറ്റ് മാറ്റി വെക്കാൻ പറ്റും. ശമ്പളം കൊടുക്കാൻ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? മാസം ശമ്പളം കൊടുക്കണ്ടേ? മാസം ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് കൊടുക്കണ്ടേ? ഈ ഭിന്നശേഷി പിള്ളേർക്കുള്ള ഗ്രാൻഡ് കൊടുക്കണ്ടേ? അവർക്ക് വേണ്ട പാലും മുട്ടയും സാധനങ്ങളൊക്കെ കൊടുക്കണ്ടേ? ഇതൊക്കെ കൊടുക്കുന്നത് കേന്ദ്ര വിഹിതം കൂടി കിട്ടിയിട്ടാണ്. ആ കിട്ടുന്ന വിഹിതം മുഴുവൻ അടച്ചു കളഞ്ഞു. അത് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും. കാരണം 1450 കോടി രൂപ ഒരു വകുപ്പിന് മാത്രം സംസ്ഥാനത്തിന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് കാണാനേ കഴിയില്ല. അതിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1450 കോടി വേണ്ട എന്നുള്ളത്. പക്ഷേ അതിൽ VD സതീശൻ എടുത്ത നിലപാട് നല്ല നിലപാടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയണം. അത് നല്ല നിലപാടാണ്. കാരണം അങ്ങനെ വാങ്ങുക എന്നുള്ളത് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങേണ്ട. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് PM ശ്രീയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒപ്പിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നറിയോ? NCERT കേരളത്തിൽ കൊണ്ട് നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. NCERT എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുക? ഇവിടെ SCERT ആണ് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടുകൂടിയിട്ട് പിന്നെ ഈ RSSൻ്റെ അജണ്ട നടപ്പിലാക്കും എന്ന് പറയുന്ന സംവിധാനം ഒന്നും നടപ്പിലാകാനേ പോകുന്നില്ല. NCERT നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് പറയാം RSSൻ്റെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറയാം. അങ്ങനെയല്ലല്ലോ. ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം മുഴുവൻ SCERTൻ്റെ കീഴിലാണ് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ CPI ഇതുപോലൊരു നിലപാടെടുത്ത്, ഇത്രയും കാർക്കശ്യമായൊരു നിലപാടെടുത്തിട്ട് എല്ലാ മന്ത്രിമാരെയും പിൻവലിക്കുന്നു, എല്ലാ മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് അത്ര നല്ല ശൈലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ പറയുന്ന മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്തുണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് CPI ഏറ്റവും പ്രതിസന്ധി നേരിട്ട സമയം ഉണ്ടായിരുന്നല്ലോ. എന്താ ആ സമയത്ത് നിലപാട് സ്വീകരിക്കാതിരുന്നത്?
അന്ന് RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇതുപോലെ മാറിയെന്നൂടായിരുന്നോ? എന്തുകൊണ്ട് മാറിയുന്നില്ല? അപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ട്. ആ അജണ്ടകൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും CPI അതിനനുസരിച്ച് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കും, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഈ നെൽ കർഷകരുടെ നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവിടെ എന്താണ് നടന്നത്? നെൽ കർഷകരുടെ അടുത്ത് നെല്ല് സ്വീകരിക്കാത്ത ആരാ? നെല്ല് സ്വീകരിക്കേണ്ടത് മില്ലുടമകളാണ്. അവരോടാണല്ലോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ഒരു യോഗം ചേർന്നിട്ട് അവരോടാണല്ലോ മുഖ്യമന്ത്രി പറയേണ്ടത്, നിങ്ങൾ നെല്ല് സംഭരണം തുടങ്ങിയിട്ട് നിങ്ങൾ നെല്ല് സംഭരണം. കാരണം എല്ലാവരും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കയ്യിലിരിക്കുന്ന സമയത്ത് അത് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ആളില്ല, ആ ആളെ വിളിച്ചിട്ടില്ല. ആ യോഗത്തിന് വിളിക്കാത്ത സ്ഥലത്ത് എന്ത് മുഖ്യമന്ത്രിയെ പറയാനാണ്? അത് അജണ്ട തയ്യാറാക്കിയവരുടെയോ? ഞാൻ വിചാരിക്കുന്നില്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അജണ്ടയൊക്കെ നോക്കി ടിക്കറ്റിട്ടാണ് അവിടെ പോയി ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് യോഗത്തിലേക്ക് വരുന്നതെന്ന് വിചാരിക്കുന്നില്ല. അവിടെ വന്നു കഴിയുമ്പോൾ എന്താണ്, മുഖ്യമന്ത്രി ഓഫീസാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ തെറ്റുപറ്റി, അല്ലെങ്കിൽ കൃഷി വകുപ്പിന് തെറ്റുപറ്റി എന്നുള്ളതാണല്ലോ. അവിടെ വന്നു കഴിയുമ്പോൾ ഇത് പ്രധാനപ്പെട്ട വിഭാഗമില്ല. കർഷകരുടെ പരാതികൾ മാത്രം കേട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. കർഷകരുടെ പരാതി എന്താണ്? നെല്ല് സംഭരിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. ആ യോഗത്തിലേക്ക് നെല്ല് വാങ്ങാനുള്ള മില്ലുടമകളെ കൂടെ വിളിച്ചതിന് ശേഷം നാളെ യോഗം വെക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അത് വലിയ കുറ്റമായി കാണുകയാണ്. അതെന്താണ്? അത് CPI മന്ത്രിമാരുമായിട്ടുള്ള ഡിസ്കഷൻ, അല്ലെങ്കിൽ CPIയുമായിട്ടുള്ള ഡിസ്കഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അതിന് പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയെന്നുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണോ നടന്നിട്ടുള്ളത്? നടന്നത് ഈ പറഞ്ഞ നെൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബിൽ നാളെ യോഗം വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി, യോഗവും വേണ്ട, ഒന്നും വേണ്ട, ഈ CPIയുടെ കാര്യം തീരുമാനിച്ചാകട്ടെ എന്ന് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. അപ്പോൾ വെറുതെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി വെറുതെ എന്താണ് കേരളത്തിലെ ഭരണപ്രതിസന്ധിയിലെ ഓഫീസാണ് അജണ്ട. അല്ല ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണെങ്കിൽ അജണ്ട തീരുമാനിച്ച അല്ലല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദിച്ച ശേഷം ഒരു കാര്യം, ഓഫീസിനോട് ചോദിച്ചിട്ടാണ്. ഭക്ഷ്യവകുപ്പാണ് ഇന്നത്തെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ആ ഭക്ഷ്യവകുപ്പിന്റെ മീറ്റിംഗിലേക്ക് കൃഷി വകുപ്പ് മന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രി അടക്കമുള്ളവരെ വിളിക്കുകയായിരുന്നു. കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അവിടെ ആരാണ് പാർട്ടി? എന്താണ് വിഷയം? ഈ മന്ത്രിമാർ തമ്മിൽ എന്തെങ്കിലും ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദിച്ചിട്ടാണ്. ജിമ്മി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ല ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ചർച്ച ചെയ്യാൻ വരുന്നത്? നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്, കേന്ദ്രത്തിൽ നിന്നുള്ള ധനവിഹിതം കിട്ടിയാൽ മാത്രമേ കർഷകർക്കുള്ള പണം കൊടുക്കൂ. ഇതൊരു പ്രധാന വിഷയമായി നിൽക്കുന്നു. ഈ വിഷയങ്ങളിൽ മില്ലുടമകൾ ഇപ്പോൾ ഈ നെല്ലെടുക്കാൻ തയ്യാറാവുന്നില്ല. അത് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ? മില്ലുടമകളുടെ പ്രശ്നം എന്താണെന്നറിയോ? കുറെ നാളെ GST അതുകൊണ്ട് തൂക്കത്തിന്റെ വിഷയമുണ്ട്. ഞാൻ അതിനകത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, ഈ വിഷയം ഇത്രയും പേരൊക്കെ ആയിരിക്കും ഉണ്ടാകാന്നുള്ളത് ഇന്നലെ തന്നെ അറിയിച്ചു. ഭക്ഷ്യവകുപ്പ് വിളിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ പറ്റില്ല. സമയം ചോദിക്കും, ആരൊക്കെയാണ് യോഗം നടന്നിട്ടുണ്ടാവുക. പക്ഷെ അജണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിശ്ചയിക്കുന്നത് ഓഫീസ്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോട് കൂടിയാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിയുടെ യോഗം ചേർന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അജണ്ട നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാത് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചുകൊണ്ടാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ യോഗം നാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചോദിക്കുന്നു, മുഖ്യമന്ത്രി ഇന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിന്റെ അജണ്ട നിങ്ങളാണോ ഫിക്സ് ചെയ്തത്? അല്ല, അത് ഭക്ഷ്യവകുപ്പാണ്. ഓരോരോ വകുപ്പിലും ഓരോരോ വകുപ്പിന്റെയും വിഷയങ്ങൾ, അജണ്ട, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വിഷയങ്ങൾ അജണ്ട അതാത് വകുപ്പ് മന്ത്രിമാരാണ് ഫിക്സ് ചെയ്യുന്നത്, അല്ല വകുപ്പാണ് ഫിക്സ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുണ്ടല്ലോ, ആ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അജണ്ട മാത്രമേ അവർ ഫിക്സ് ചെയ്യത്തുള്ളൂ. ആരൊക്കെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്? ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത്. ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ്. അവിടെയാണ് പ്രശ്നം. അത് പരിഹരിക്കാനാണ് പോകുന്നത്. മന്ത്രിമാരും പരിഹരിക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ഇനി കഴിഞ്ഞല്ലോ, ഇത് പറയരുത്. ഇതിനകത്തുള്ള വിഷയം ഈ അജണ്ട തീരുമാനിക്കുകയും മീറ്റിങ്ങിന്റെ സമയം ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇതാണ് വരുന്ന ഉദ്യോഗസ്ഥൻ ഇതാണെന്ന് പറയുകയും ഇതാണെന്ന് പറയുകയും ഇതാണ് ഇങ്ങനെ മതി എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോട് കൂടിയാണ് തീരുമാനിച്ചത് എന്ന് മാത്രമല്ല, എവിടെ നിന്നാണ് അറിവെന്ന് ചോദിച്ചാൽ ഇത് മറ്റേത് എവിടെ നിന്ന് അറിവെന്ന് അങ്ങനെ ചോദിക്കരുത്. അത് നമ്മൾ
ഇത് നമ്മുടെ വാർത്തയാണ്. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി അല്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു മിനിറ്റ് ഓഫീസിന്റെ അറിവോട് കൂടിയാ ഞാൻ പറയുന്നത്. ഞാൻ എന്റെ എന്ന് മാത്രമല്ല ഒരു മിനിറ്റ് തർക്കിക്കേണ്ട ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞോളൂ. എന്റെ ഒരു കാര്യമേ ഉള്ളൂ. എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നാളെ യോഗം വിളിക്കില്ല എന്നല്ല പറഞ്ഞത്. ഇത് ഒരു ബോഡി ലാംഗ്വേജിന്റെ ഇഷ്യൂ ആണ്. മൊത്തത്തിൽ ആകെ ഒരു ഇന്നലത്തെ കണ്ട ബോഡി ലാംഗ്വേജ്, ഇന്നത്തെ ബോഡി ലാംഗ്വേജ് ഞാൻ പറഞ്ഞത് വാക്ക് ഞാൻ പിൻവലിക്കുന്നത് ബോഡി ലാംഗ്വേജ് എന്നല്ല പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അസ്വസ്ഥതയുടെ ഒരു ഭാഗമാണ്. ഞാൻ പറയുന്നത് അറിയോ, നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ അത് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ട് എന്തിന്റെ യോഗമാണ് വിളിച്ചത്? ഈ നെല്ല് സംരക്ഷണവുമായി സംഭരണവുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിട്ട് നെല്ല് സംഭരിക്കാനുള്ള ആളില്ല. അവിടെ സംഭരിക്കാനുള്ള ആളില്ലെങ്കിൽ പിന്നെ ആരോട് സംഭരിക്കാനാണ് പറയേണ്ടത്? അപ്പോൾ എന്താണ്, അവരെ ആദ്യം വിളിച്ചു ചേർത്തു, നാളെ നമുക്ക് യോഗം വെക്കാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോയി. അപ്പോഴത്തേക്കും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രി യോഗത്തിൽ നിന്ന് പിണങ്ങിപ്പോയിരിക്കുന്നു. കാരണം എന്താ? CPM തർക്കം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് എന്ത് ശൈലിയാണുള്ളത്? ഞാനതല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വയലാർ GRL അറിയിച്ചത്, GRLനും ധനമന്ത്രിയും നേരത്തെ തന്നെ മില്ലുടമകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയല്ലോ, മുഖ്യമന്ത്രിയുടെ യോഗം വിളിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചു. അല്ല, അതുകൊണ്ട് കാര്യം മില്ലുടമകളെ കൂടെ ഇന്നലെ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് എന്തിനാ? ഇതിനൊരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പൊ നാളെ മന്ത്രിസഭാ യോഗം നടക്കാൻ പോവല്ലേ? ഇതേ ധനമന്ത്രിയും ഇതേ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും നാളെ എവിടെ ഉണ്ടാകുമല്ലോ. അപ്പൊ നാളെ നടക്കേണ്ട നാളെ ഇല്ലല്ലോ. ആര് പറഞ്ഞു? നാളെ മന്ത്രിസഭാ യോഗം ഉണ്ടല്ലോ. ഇവര് പങ്കെടുക്കുന്നില്ലല്ലോ. അത് മുഖ്യമന്ത്രി ആരറിയിച്ചു? ഇത് തീർന്നു. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പറയുന്നത് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രി കത്ത് കൊടുക്കുന്നു. അങ്ങനെ കത്ത് കൊടുത്താൽ എന്താ അവസ്ഥ? മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകും, കൂട്ടുത്തരവാദിത്വം പോകും. അതുകൊണ്ടാണല്ലോ അങ്ങനെ എന്താണ് PMC പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യത? എന്താണ് വിയോജിപ്പ്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തൊരു റൂൾസ് ഓഫ് ബിസിനസിന്റെ വയലേഷൻ ഉണ്ട് എന്നത് സൂചിപ്പിച്ചു. അതല്ലാതെ നാളെ ഞാൻ പങ്കെടുക്കുന്നില്ല അത് കഴിഞ്ഞു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല പ്രധാനപ്പെട്ട വാർത്ത. വിട്ടു നിൽക്കുന്ന ഇനിയിപ്പോ അത് മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങളുടെ ഒരു വാദത്തിന് കത്ത് വലിയ പ്രശ്നമാണ്. നാളെ എന്തായാലും ഒരു യോഗത്തിന് പങ്കെടുക്കില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്ന് ഈ പ്രശ്നം തീരണ്ടേ? അതാ പറഞ്ഞത്. അരുൺ ചോദിച്ച ചോദ്യം നാളെ ക്യാബിനറ്റിൽ ഇവർ വരുമല്ലോ നാളെ ഈ ക്യാബിനറ്റിൽ ഇവർ ചേരുമല്ലോ. നാളെ ഇവർ വരില്ല. ഈ വിഷയം ഇന്നലെ നടത്തിയ ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗം എന്ന് തീരുമാനിച്ചതാ? നേരത്തെയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ആ യോഗം നാളെ വരത്തില്ല എന്ന് കണ്ടുകൊണ്ടാണ് തീരുമാനിച്ചെന്ന് പറയുന്നത്? ഇന്നത്തെ യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി പ്രതിഷേധിക്കുമ്പോൾ ആ യോഗം നാളെ നടക്കില്ല സാർ. അടുത്ത യോഗം ക്യാബിനറ്റ് വെച്ച് നടക്കില്ല. ഞാനിപ്പോ ചോദിക്കട്ടെ, ഇപ്പൊ നാളെ ഈ പിന്നെ എന്താണ് നെൽസംഭരണവുമായി ബന്ധപ്പെട്ട യോഗം നടക്കുമോ? എന്നാ പിന്നെ മുഖ്യമന്ത്രി അതും കൂടെ വിട്ടുവിട്ട് നിന്നാ പോരെ? നാളത്തേക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. നാളെ നടക്കും. മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ടു പോകുന്ന യോഗം നാളെ നടക്കുന്നത്. മുഖ്യമന്ത്രി ആ സത്യത്തിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോ എന്താ സംഭവം അറിയോ? ഇന്നത്തെ സംഭവം കഴിഞ്ഞ 2 ദിവസം സത്യം ചെരുപ്പിടുന്നതിന് മുന്നേ നുണ ലോകം ചുറ്റിക്കളയെന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പൊ. സത്യം എന്താണെന്നറിയോ? സത്യാദ്യം പറഞ്ഞെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലേ? ഇന്നലെ എന്താ സംഭവിച്ചത്? മീറ്റിംഗിൽ വന്നപ്പോൾ ചോദിച്ചു മില്ലുടമകളുണ്ടോ, ആരുമായിട്ടാണ് സംസാരിക്കേണ്ടത്? അവർ വന്നിട്ടില്ല. അപ്പോൾ ചോദിച്ചു ഇത് അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ നമ്മുടെ മീറ്റിംഗ് മാത്രമാണ് വിളിച്ചതെന്ന് ആരാ പറയുന്നത്? ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിക്കുന്നു, കാർഷിക വകുപ്പ് മന്ത്രി അറിയിക്കുന്നു. എങ്കിൽ അവരും കൂടി വന്നിട്ട് ചർച്ച ചെയ്യാം, മറ്റന്നാൾ അവരുമായിട്ട് വിളിക്കൂ, മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് പറയുന്നു, പിരിയുന്നു. അതാണ് സംഭവിച്ചത്. ആ പരിപാടി റദ്ദാക്കാണ്. പ്രസക്തി മില്ലുടമകളില്ലാതെ
മന്ത്രി GRL ധനമന്ത്രി സംസാരിച്ചു എല്ലാ മുഖ്യമന്ത്രി അല്ലയോ മാന്യ മന്ത്രിമാരെ, നാളെ യോഗം അങ്ങനല്ല, മുഖ്യമന്ത്രി ശുഭിതനായിട്ടാണ് പോയത്, നിങ്ങൾ തർക്കിച്ചോളൂ. അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ മുഖ്യമന്ത്രി കേരളത്തിലെ കാർക്കശ്യക്കാരനായ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. നല്ല കാർക്കശ്യമുള്ള മുഖ്യമന്ത്രിയാണ്. ഒരു കാര്യത്തിന് അത് തീരുമാനം എടുക്കാൻ വന്നാൽ ആ തീരുമാനം എടുക്കേണ്ട ഫയലുകളും എന്താണ് തീരുമാനം എടുക്കേണ്ടതും തീരുമാനം എടുത്ത് നടപ്പിലാക്കി അതോട് അതിൻ്റെതായ ശൈലിയോട് അത് പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയൊന്നുമല്ല. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അവർ വിളിച്ചു വരുത്ത യോഗത്തിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അത് CPM തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് കൂട്ടിക്കെട്ടേണ്ട, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നാളെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിച്ചത് CPM കൂടെ പിരിയാൻ പോകുകയാണെന്നുള്ള നിലയ്ക്ക് ഉള്ള ചർച്ചയും തന്നെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. എന്താണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരാവുന്നതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ഇത് ചില്ലറ കാര്യമല്ല കേട്ടോ. കാര്യം എന്താ പറയുക, CPI എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ അടിത്തറയിൽ കാരണം CPM-ൻ്റെയും കൂടെ കഴിവുകൊണ്ട് ജയിച്ചു വരുന്ന പാർട്ടിയാണ് CPI. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. കേരളത്തിലെ തിരിച്ചുണ്ട് അല്ല, ഞാൻ പറയുന്നത് എത്ര മണ്ഡലങ്ങളിൽ നോക്കിക്കോളൂ, നിങ്ങൾ എത്ര മണ്ഡലം നോക്കിക്കോളൂ. അപ്പോൾ ഈ അതുപോലെ ഭയങ്കരമായി ശക്തമായ മത്സരം നടക്കുന്നത് താഴെ കിടക്കുന്ന സഖാക്കൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുക കേട്ടോ. മന്ത്രിമാർക്കോ MLA-മാർക്കോ അല്ല ബുദ്ധിമുട്ടുണ്ടാവുക. പഞ്ചായത്തുകളിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന പ്രധാനപ്പെട്ട താഴെ കിടയിലെ സഖാക്കന്മാരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. ഇവർ അത് മനസ്സിലാക്കും CPM എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇപ്പം എന്തായാലും ഗോവിന്ദമാഷ് അവിടെ വരുന്നുണ്ട്, MA ബേബി ഉണ്ട്, പിന്നെ ഇതേ CPI-ൻ്റെ സെക്രട്ടറി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതിനകത്തൊരു യോഗത്തിൽ തീരുമാനമാകും. എന്താണെങ്കിലും ഇപ്പം പിൻവലിക്കാനാണെങ്കിലും നടപ്പിലാക്കാനാണെങ്കിലും അതിനപ്പുറത്തേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇതിനൊരു ധാരണയുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഒരു കാരണം എന്താ അറിയോ, ഇപ്പം വിട്ടു നിൽക്കാൻ തീരുമാനിച്ചെന്ന് വെച്ചോ, വിട്ടു നിൽക്കാൻ തീരുമാനിക്കും കത്ത് കൊടുക്കേണ്ടി വരും. കത്ത് കൊടുത്തിട്ടുണ്ട്, എന്താ സംഭവിക്കുക? കത്ത് കൊടുക്കാൻ പറ്റില്ല. കത്ത് കൊടുക്കാൻ എന്താ സംഭവിക്കാം? നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം 15 ദിവസത്തിനപ്പുറം BJP-ക്കും ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് അതെടുത്ത് ഉപയോഗിക്കാനുള്ള വടി ഇവർ തന്നെ കൊടുക്കുന്നത് തുല്യമാവും. അത് വേണോ വേണ്ടിയോ എന്ന് ഇവർ തീരുമാനിക്കുന്നത്. വടി ആയിട്ടില്ല. വടി എങ്ങനെയാവുന്നത്? ഇവര് രണ്ടുപേരും തീരുമാനിച്ചു. Meet the editors.